ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരുപാട് അനുഗ്രഹം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ 33 ദിനങ്ങൾ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ ഇതിലൂടെ നാം കടന്നു പോവുകയാണ്. നമുക്ക് ഏറ്റുപറയാം, സത്യമായിട്ടും ഇത് വലിയ ദൈവകരുണയാണെന്ന്. കാരണം റോമാലേഖനം 9:16 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവിക സത്യമുണ്ട്. മനുഷ്യൻ്റെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ടായിരിക്കാം, ദൈവമേ, ഇതെൻ്റെ ആഗ്രഹമല്ല, എൻ്റെ പ്രയത്നമല്ല, നിൻ്റെ ദയയാണ് എന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും താഴ്മയോടെ നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കായിരിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത്, ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, മുമ്പ് അബുദാബിയിലായിരുന്ന സമയത്ത് ഇവിടെ ഒരു മരിയൻ റിട്രീറ്റ് നടത്തി. അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്തിൽ ഈശോ തന്ന ചില ബോധ്യങ്ങൾ, ഈ ജപമാല പ്രാർത്ഥനയെക്കുറിച്ചും പരിശുദ്ധമ്മയോട് ചേർന്ന് ജീവിക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോഴും മറ്റു വ്യക്തികളെ സംസാരിക്കുമ്പോഴും അവരെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്: പല വിചാരമാണ് ബ്രദറെ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ എല്ലാ വിധത്തിലുള്ള പല വിചാരങ്ങൾ കൊണ്ട് വലിയ അസ്വസ്ഥപ്പെടുന്നു, അല്ലെങ്കിൽ ആവർത്തന വിരുസതയൊക്കെ ഇതിനെ വല്ലാതെ ഭരിക്കുന്നു എന്നുള്ള ഒരുപാട് സങ്കടങ്ങൾ കേൾക്കുവാൻ ഇടവന്നു. ദൈവസന്നിധി കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്ന 1-2 ബോധ്യങ്ങളാണ് ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരിശുദ്ധ ജപമാല നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളൊരു പ്രാർത്ഥന ചെല്ലാറുണ്ട്. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറയുക: ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും പല വിചാരം കൂടാതെ തൂപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണേ. സത്യത്തിൽ ഇത് ചെല്ലുമ്പോൾ പോലും നമുക്ക് പല വിചാരമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു നിലവിളിയായിരുന്നു. പരിശുദ്ധാത്മാവെ, നീ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന വേണ്ട വിധത്തിൽ അർപ്പിക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് പറയുന്ന നിസ്സഹായൻ്റെ ഒരു യാചനയായിരുന്നു. ഈ ഒരു മനോഭാവത്തോടെ, ഉറച്ച ബോധ്യത്തോടെ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ വ്യക്തതയോടുകൂടി ഏറ്റെടുക്കുമായിരുന്നു. കാരണം റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ വേണ്ട വിധം പ്രാർത്ഥിക്കുക നമുക്ക് സാധ്യമല്ല. ഞാനിതൊക്കെ മനസ്സിലാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തിൽ നിന്നാണ്. ഡൽഹിയിലെ നിത്യാരാധന സെൻറ്ററിൽ ഇരുന്ന സമയത്ത് ഞങ്ങൾ പതിവ് ജപമാല കൂട്ടായ്മയിലുള്ള ജപമാല പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചാപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ളൊരു ബ്രദർ ലിജിൻ എന്ന് പറയുന്ന സഹോദരനോട് ഇപ്രകാരം ഒരു മെസ്സേജ് പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് തൊടും. അപ്പം ഞങ്ങൾ ഈ ചാപ്പലിലേക്ക് പ്രവേശിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളെല്ലാവരും ഈ ഒരു സന്ദേശം കേട്ടു. ഞങ്ങളെല്ലാം വലിയ ആകാംക്ഷയുണ്ട്. ഈ ഒരു ജപമാല ചെല്ലുമ്പോഴും ജപമാല ചൊല്ലിക്കഴിഞ്ഞൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ആവേശം ഇവിടെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം: എപ്രകാരമാണ് ലിജിനെ നിന്നെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചത് എന്നറിയുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ ജപമാല കൂട്ടായ്മ പ്രാർത്ഥന കഴിഞ്ഞ പാടെ ഞങ്ങളെല്ലാം ഓടി ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ ചുറ്റും കുടിച്ചോ എന്ന് ചോദിച്ചൊരു ചോദ്യമേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടോ? അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു: പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് പല വിചാരം കൂടാതെ ഞാനൊരു ജപമാല ചൊല്ലി. ജീവിതത്തിൽ ആദ്യമായിട്ട് പല വിചാരം കൂടാതെ ഞാനൊരു ജപമാല പൂർണ്ണമായിട്ട് ചൊല്ലി. അപ്പോഴാണ് ഈ ഒരു വലിയ ദൈവിക രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലായത്: പരിശുദ്ധാത്മാവ് സ്പർശിച്ചാലാണ് ഒരു വ്യക്തിക്ക് ഭക്തിയോടെ ശ്രദ്ധയോടെ പല വിചാരം കൂടാതെ ഈ ജപമാല ചൊല്ലുവാൻ സാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ തൊട്ടപ്പോൾ അദ്ദേഹത്തിനത് ഏകാഗ്രതയോടെ ചെയ്യുവാൻ സാധിച്ചു. ഇവിടെ നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും, ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് തൊട്ട് നമ്മുടെ ഒരു പാരമ്പര്യം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിനോടൊരു പാട്ട് പാടിയിട്ടാണ് സാധാരണഗതി നമ്മൾ ജപമാല ആരംഭിക്കുക. യഥാർത്ഥത്തിൽ പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ വലിയ ഒരു പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടിയുള്ളൊരു അപേക്ഷയാണ് ഈ പ്രാർത്ഥനയാകട്ടെ പാട്ടാവട്ടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് തികഞ്ഞ ബോധ്യത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ ഈ ഒരു അർപ്പണത്തെ, ഈ ഒരു ജപമാല സമർപ്പണത്തെ ഭക്തിയോടെ ശ്രദ്ധയോടെ അർപ്പിക്കാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു യാചന പ്രാർത്ഥനയായിട്ടത് മാറുമ്പോൾ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയരുന്നൊരു നിലവിളിയായിട്ടത് മാറുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കുമ്പോൾ പ്രാർത്ഥനകൾ വേണ്ട വിധം ചൊല്ലാൻ പറ്റും. അത് വിശുദ്ധ കുർബാനയാവട്ടെ,
പരിശുദ്ധ ജപമാലയാവട്ടെ, എന്തുമാവട്ടെ, ഇതെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം കൂടിയേ തീരും. അപ്പം അതുകൊണ്ട് അതിന് ശേഷം എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന എല്ലാ സ്ഥലത്തും പറയുന്നൊരു കാര്യമുണ്ട്. ഈ അളവില്ലാത്ത സകലനന്മ സ്വരൂപനായിരിക്കുന്ന സർവീശ്വരൻ എന്ന പ്രാർത്ഥന എല്ലാവരും കൂടെ ചെല്ലണം, ബോധ്യത്തോടെ ചെല്ലണം, ഉറപ്പോടെ ചെല്ലണം. കാരണം അത് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു നിലവിളിയാണ്. ഈ പ്രാർത്ഥന ഭക്തിയോടെ, ശ്രദ്ധയോടെ, പല വിചാരം കൂടാതെ തികപ്പാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു യാചനയാണ്. ഈ ജപമാല പ്രാർത്ഥനയിലുടനീളം പരിശുദ്ധാത്മാവ് ആവസിച്ച് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കേണ്ട ഒരു അത്ഭുതകരമായ നിമിഷമായിരുന്നു അത്. അതുകൊണ്ട് ഏറ്റവും ബോധ്യത്തോടുകൂടി എല്ലാവരും ഉറക്കെ ബോധ്യത്തോടുകൂടി ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ട് അത് ചെല്ലിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടും വ്യത്യാസമാണ്. നമുക്ക് ബോധ്യത്തോടുകൂടി ആ ഒരു പ്രാർത്ഥന ചൊല്ലി നമ്മളെ സമർപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു ജപമാലയിലേക്ക് അടക്കുമ്പോൾ ഏകാഗ്രത വളരെയധികമായിട്ട് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മ നമ്മളെ സ്പർശിച്ചിരിക്കുമ്പോൾ ആ ഒരു വലിയ പ്രാർത്ഥന വലിയൊരു അനുഭവമായിട്ട് മാറുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ദൈവം ഈ പല വിചാരത്തിൽ നിന്ന് ഈ ദൈവജനത്തിന് വിടുതൽ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ദൈവസന്നിധിയിൽ ആ ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വരം ഇതായിരുന്നു. ഈശോനോട് പറഞ്ഞൊരു സ്വരം ഇതായിരുന്നു: ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് ചെയ്യേണ്ടാത്തത് ചെയ്യുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞതാണ്, ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് ചെയ്യേണ്ടാത്തത് ചെയ്യുന്നത്. ഞാൻ വീണ്ടും ആലോചിച്ച്, ദൈവം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്? ഇതിങ്ങനെ വീണ്ടും കർത്താവിനോട് ചോദിക്കാം, കർത്താവ് എന്താ ഈ പറഞ്ഞ സ്വരത്തിൻ്റെ അർത്ഥം? അപ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ ഈ ജപമാലയുടെ ഓരോ രഹസ്യത്തിലൂടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് തന്നെ ഇങ്ങനെ പറയുകയാണ്, നീ ഈ ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ഒന്ന് ചെല്ലിക്കേ. അപ്പോൾ ഞാൻ ചൊല്ലി നോക്കി. നമ്മുടെ കർത്താവ് വിശ്വസിക്കുക പൂങ്കാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വീർത്തുവന്ന് ധ്യാനിക്കുക. വീണ്ടും എൻ്റെ മനസ്സിലേക്ക് അവസാനത്തെ വാക്കിലൊന്ന് വന്ന് എൻ്റെ ഉടക്കി നിർത്തുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിച്ച് പറയുകയാണ്, ശ്രദ്ധയോടെ ഒരിക്കൽ കൂടി ചൊല്ലി നോക്കുക. അപ്പോൾ ഞാൻ നോക്കൂ, നമ്മുടെ കർത്താവ് വിശ്വസിക്കുക പൂങ്കാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വീർത്തുവന്ന് ധ്യാനിക്കുക. ഈ ഒരു ജപമാലയുടെ ഈ ഒരു 10 മണികൾ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ തൊട്ട് പിന്നെ നമ്മളൊരു 10 മണികൾ ചെല്ലുമ്പോൾ അതിൻ്റെ ധ്യാന വിഷയം സഭ നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തതയോടെ പറഞ്ഞത് ആ ഒരു 10 നന്മ നിറഞ്ഞു പറയും ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ധ്യാന വിഷയം എന്ന് പറയുന്നത് ഈശോയുടെ ഗത്സമനയിലെ പീഡാനുഭവമാണ്. അങ്ങനെ ഓരോ രഹസ്യത്തിനും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അതാണ് ചെയ്യേണ്ടത്. ഈ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് ചെയ്യേണ്ടാത്തത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ധ്യാന വിഷയം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുക. അതാണ് ആ ഒരു 10 നന്മ നിറഞ്ഞും ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ധ്യാന വിഷയം. നമ്മുടെ ഫോക്കസ്, നമ്മുടെ മനസ്സും ആത്മാവും എല്ലാം നമ്മൾ ഉയർത്തേണ്ടത് ഈശോയുടെ ഈ ഗത്സമനയിലെ പ്രാർത്ഥനയിലേക്കാണ്. അത് ഓരോ രഹസ്യത്തിനനുസരിച്ച് വ്യത്യാസമാണ്. സന്തോഷത്തിൻ്റെ രഹസ്യത്തിന് ആ ഒരു രഹസ്യമാണ്. എല്ലാത്തിനും ഓരോ രഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. ഈ പരിശുദ്ധ ജപമാലയെക്കുറിച്ച് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് പരിശുദ്ധ അമ്മയോടുള്ളൊരു പ്രാർത്ഥനയല്ല, മറിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ ജനനത്തെക്കുറിച്ചും ഈശോയുടെ പരസ്യ ജീവിതത്തെക്കുറിച്ചും ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചും ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ധ്യാനമാണ്. അമ്മയോട് ചേർന്ന് നമ്മൾ ഈ ദൈവിക രഹസ്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ ജപമാലയുടെ ആഴവും അർത്ഥവും എന്നൊക്കെ പറയുന്നത് ഒരു വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ധ്യാനിക്കുന്നതും എന്താണ്? ഈശോയുടെ ജനനം, അത്യുന്നതമാം സ്വർലോകത്തിൽ എന്ന് പറഞ്ഞ് മാലാഹമാർ പാടിയ ആ പാട്ട് പാടിക്കൊണ്ട് ഈശോയുടെ ജനനത്തെ, പിന്നീട് അങ്ങോട്ട് ഈശോയുടെ മാമോദീസ, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ കുരിശുമരണം, ഉദ്ധാനം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഔദാശികമായിട്ട് അനുസ്മരിക്കുന്നത്. അതേ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്ന ഒരു സമയം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധ്യാനിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധ ജപമാല. മറ്റേത് കൂദാശയ്ക്ക് പകരം വയ്ക്കാൻ പറ്റുമെന്നല്ല എനിക്ക് പറയുന്നത്. കൂദാശയ്ക്ക് പകരം വയ്ക്കാൻ നമുക്കൊന്നുമില്ല. വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകത്തുക എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ആ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ജനനവും ഈശോയുടെ പരസ്യ ജീവിതവും കുരിശുമരണവും ഉദ്ധാനം അനുസ്മരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാലയിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈശോയുടെ ജനനം, സന്തോഷകരമായ രഹസ്യങ്ങൾ, ഈശോയുടെ പരസ്യജീവിതം, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, ഈശോയുടെ പീഡാസഹനം, കുരിശുമരണം, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, അവൻ്റെ മഹത്വമേറിയ ഉദ്ധാനം, മഹിമയുടെ രഹസ്യങ്ങൾ. എന്നിട്ട് ആകെ 2 കാര്യങ്ങൾ മാത്രമാണ്
ഈ 20 രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ 2 കാര്യങ്ങൾ മാത്രമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്. അവൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതും ആരോഹണം ചെയ്യപ്പെട്ടതും സ്വർഗരാജ്ഞി ത്രിലോകരാജ്ഞിയെ മുടിധരിക്കപ്പെട്ടതിനെക്കുറിച്ച് 2 രഹസ്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിശുദ്ധമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ കർത്താവായ ഈശോയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ധ്യാനിക്കാനൊരു ധ്യാന വിഷയം തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൊക്കെ വരുന്ന ചെറിയൊരു പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥനകൾ അതിനു മുമ്പ് ചേർക്കും. ഓരോ രഹസ്യത്തിന് മുമ്പിൽ അത് ചെല്ലണ്ടെന്നൊക്കെ ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴും ഈ ഒരു ദൈവിക രഹസ്യത്തോട് ചേർത്ത് വെച്ച് വേണം അത് പറയാൻ. നമ്മുടെ കർത്താവ് ഈശോ പൊങ്കാമത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുരക്തം ഉയർത്തുമെന്ന് ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ചേർന്ന് വെച്ചെന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും ആ ഈശോയുടെ ഗത്സമനയിലെ ആ രക്തം വീഴാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ അത് കൂടുതൽ ശ്രേഷ്ഠമായിരിക്കും. മറ്റു പല മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ വന്നു കഴിഞ്ഞാൽ പയ്യെ നമ്മുടെ ധ്യാന വിഷയത്തിൽ നമ്മൾ അറിയാതെ വ്യതിചലിച്ച് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈശോ വ്യക്തതയോടുകൂടി ആ ധ്യാനത്തിൽ പറഞ്ഞു തന്നു, ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് ചെയ്യേണ്ടാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കുള്ള ആ ധ്യാന വിഷയത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ ജപമാല ഏറ്റവും ആസ്വാദകരമാണ്. 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, പരിശുദ്ധാത്മാവിനോട് ഏറ്റവും ഒരു നിലവിളി പോലെ പ്രാർത്ഥിക്കുക. പ്രാരംഭത്തിൽ അത് പാട്ടുപാടിയും അളവില്ലാത്ത നമ്മളുടെ പ്രാർത്ഥന ചൊല്ലിയും ഒക്കെ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. രണ്ടാമതായിട്ട് ധ്യാന വിഷയമുണ്ട്. ആ ധ്യാന വിഷയമാണ് നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും ഉള്ളത്. നമ്മുടെ ശ്രദ്ധയും മനസ്സും എല്ലാം അതിലായിരുന്നാൽ ഏറ്റവും ഏകാഗ്രതയോടുകൂടി പരിശുദ്ധ ജപമാല അർപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുവഴി വലിയ ദൈവകൃപകൾ നമുക്ക് സ്വന്തമാക്കാനൊക്കെ സാധിക്കും. ഈശോ നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.